ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്നത് രണ്ട് പേരുടെ കാര്യമാണ്. ഒരു ഇംഗ്ലീഷ് ടോയ്ലറ്റിന്റെ കാര്യവും ആൻഡ് ദ മെയിൻ ടൈം കൊച്ചു പ്രേമന്റെ കാര്യവും. യു നോ ഗൈസ് ദാറ്റ് ബോത്ത് ആർ സിറ്റിംഗ് അറൗണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ടൈമിൽ ദാറ്റ് സ്പെസിഫിക് ടൈം ദ ഇംഗ്ലീഷ് ക്ലോസറ്റ് ഈസ് സെയിങ് ദാറ്റ് ഇഫ് എനിക്ക് ഒരു പെർമിഷൻ ഉണ്ടെങ്കിൽ ആ പെർമിഷൻ വെച്ചിട്ട് I will shoot at sight. I will shoot at sight that stupid lady who argued, who abused, who slut-shamed, who destroyed. പേടിക്കണ്ട, അവളുടെ ബാധ കയറിയതാ. കൊച്ചു പ്രേമൻ കെണിഞ്ഞു. സീരിയസ്ലി ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഒരു പൊതു മീഡിയയിൽ നമ്മൾ നിൽക്കുകയാണ്. സോ സമ്മോൺ ഈസ് ടോക്കിംഗ്, സമ്മോൺ ഈസ് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നു, കുറേ മീഡിയയിലേക്ക് നമ്മൾ കുറേ വിശേഷങ്ങൾ കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് നിൽക്കുന്ന വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇൻ ദ സെൻസ് കുറച്ചുകൂടെ ബോധങ്ങൾ ഉള്ള ആൾക്കാരെ കൂടെ കൊണ്ടുവയ്ക്കണം. പിന്നെ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പണ്ട് കാലഘട്ടങ്ങളിൽ പണ്ടത്തെ കാര്യം പറഞ്ഞാൽ ഇത് മനസ്സിലാവുള്ളൂ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട സൗരഭ്യം എന്ന് പറയും. അതേപോലെ തന്നെയാണ് ഷിറ്റിട്ടവനെ ചുമന്ന ഷിറ്റ് നാറും എന്നുള്ളത്. ദ സെയിം തിങ് ആണ്, മനസ്സിലായില്ലേ? ഇംഗ്ലീഷ് കക്കൂസിനെ ചുമന്നുകൊണ്ട് കിടന്നാൽ നിന്റെ പുറത്തും ഷിറ്റ് വീഴും, നിനക്ക് ഷിറ്റ് നാറും. അവർ ക്ലവറാണ്, അവർക്കറിയാം എവിടെ താളം ചവിട്ടണമെന്ന്. ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക, ഒരു വലിയ ഒരു മുന്നേറ്റമാണ് നടന്നത്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സമരമാണ്. ആ സമരത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനെന്ന വ്യാജേന അവിടെ പോകുന്നു. അടിതടി ഇടി കിട്ടുമെന്നുള്ളത് മനസ്സിലായി ഉടനെ പയ്യെ സ്കൂട്ടായിട്ട് വരുന്നു. ബട്ട് ഷോയിങ് ഓഫ്, മച്ച് ഷോയിങ് ഓഫ് ദാറ്റ് ഷീസ് ദ ഓൺ, അവരാണ് ഈ സമരം ഉണ്ടാക്കിക്കൊണ്ട് വന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഞാൻ പൈസ വാങ്ങിയെന്നാണോ പറയുന്നത്, ഞാൻ പൈസ വാങ്ങിയെന്നാണോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പട്ടിഷോ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ലേഡി ആണെങ്കിൽ ആ ലേഡി ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ 3 വയസ്സായ 5 വയസ്സായ ചെറിയ മക്കളെ പേപ്പട്ടി ഓടിച്ചിട്ട് കടിക്കുന്നുണ്ട്. അതിൽ മരണപ്പെട്ട വിക്റ്റിമായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. അവർക്ക് ആരുടെങ്കിലും ഈ പേപ്പട്ടി പോയി സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് സറൗണ്ടഡ് ആയിട്ടുള്ള നമ്മുടെ ചുറ്റുമുള്ള ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്തത് കണ്ടിട്ടുണ്ടോ? നെവർ. ഓൺലി ഒരു ചാനൽ കയറുന്നുണ്ട് ഷു 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 എന്ന് പറയുന്നതല്ലാതെ വേറെ എന്താണ് അവൾ ചെയ്തൊരു കാര്യം? പട്ടികൾക്ക് ചാപ്പാട് വാങ്ങിക്കാനായിട്ട് പൈസ കൊടുത്തതോ? ഈ പട്ടികൾ വഴിയിൽ പോകുന്ന കൊച്ചു കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യണത്. അങ്ങനെയുള്ള ഒരു സ്ത്രീ ഇരുന്നു കൊണ്ട് സോഷ്യൽ റെലവൻറ്റ് ടോപ്പിക്കിനെ പറ്റി പറഞ്ഞ ഒരു വിഷയത്തിനെ എടുത്തു വെച്ചിട്ട് എന്നെ ഷൂട്ടഡ് സൈറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതായത് കൊലപാതകം ലീഗലൈസ് ചെയ്യുകയാണെങ്കിൽ അവൾക്ക് എന്നെ കൊല്ലണമെന്ന്. ഞാൻ എന്ത് കോണ്ടസ്റ്റിലാണ് അത് പറഞ്ഞതെന്ന് ഞാൻ ഒരു 100 വട്ടം റിപ്പീറ്റ് ചെയ്തതാണ്, എന്നാലും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ചരിത്രകാരന്മാർ നമുക്ക് സമ്മാനിച്ചതാണ് നമ്മൾക്ക് ഇപ്പം അനുഭവിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം. അതിലൊരു സ്വാതന്ത്ര്യമാണ് നമുക്ക് ഡ്രസ്സ് ഇടാനുള്ള സ്വാതന്ത്ര്യം. ഈ റൗക്ക ഇടാൻ പറ്റത്തില്ല എന്ന് പറയുകയും അതിട്ടാൽ കരം കൊടുക്കണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ മാറ് മുറിച്ച് കൈകളിലേക്ക് കൊടുത്തതാണ് നങ്ങേലി. അപ്പോൾ ഈ മാറ് തുറന്ന് കാണിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ ചരിത്രം പഠിച്ചവർക്ക് നങ്ങേലിയെ ഓർമ്മ വരും, സ്വാഭാവികമാണ്. അപ്പോൾ നങ്ങേലിയെ പറ്റി വളരെ മോശമായിട്ടൊരു സ്പെസിഫിക് ഒരു ഇത് ഇട്ടിട്ട് പോസ്റ്റ് ഇട്ട, അതും അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഡ്രസ് കോഡ് വിട്ടിട്ട് എനിക്കും കുറച്ച് ലവ് താ, നിങ്ങൾ നങ്ങേലിക്ക് മാത്രം കൊടുത്താൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ് എന്നെ പ്രൊവോക്ക് ചെയ്തത്. ആൻഡ് ദെൻ ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഡോണ്ട് ഷോ യുവർ സെൽഫ് ആസ് എ മെറ്റീരിയൽ. ഒരു ഫെമിനിസ്റ്റ് ചിന്താധാരയുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഫെമിനിസം ഉണ്ടായിരിക്കണം. ഫ്രീ സെക്സും തുണി കുറച്ചെറിയുന്നവർക്കും ഞാൻ പറയുന്ന ഫെമിനിസം മനസ്സിലാകത്തില്ല. ഇക്വാലിസം എന്ന എൻ്റെ ഫെമിനിസം മനസ്സിലാകുന്നവർക്ക് മാത്രമേ അത് പിടികിട്ടുള്ളൂ. ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ ഒരു വസ്തുതയെ ഞാൻ സത്യം ചെയ്തു, ഞാൻ സത്യം ചെയ്തു, ഈവൻ ഐ കോട്ട് പെർമിഷൻ അത് ഗോ ആൻഡ് ഷൂട്ട്. നീ വാടി, നീ ചുമ്മാ ഇവിടെ ഇരിക്കുകയല്ലേ ഞാൻ, നീ വാ. അപ്പോൾ ഇത് പറയാനുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ പലരും ചോദിച്ചു അതെന്താ എടുത്തു വെച്ച് പറയാത്തതെന്ന്. ഓൾറെഡി ആ പെൺകുട്ടിയുടെ വീഡിയോ എടുത്തു വെച്ചതിന് എനിക്ക് സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഷോ ദാറ്റ്. അവർക്ക് അതിനുള്ളൊരു വടി ഇട്ട് കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടാത്തത് കൊണ്ട് മാത്രമാണ് ഈ വിറ്റുകളുടെ ഒന്നും എടുത്ത് റിയാക്ട് ചെയ്യാത്തത്. ബട്ട് നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനത് പറയും. ഞാൻ അവരുടെ വീഡിയോസ് ഒന്നും ഇവിടെ ഷോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്തയ്ക്കകത്ത് ഒരു സംഗതി വന്ന് നമുക്കതൊന്ന് കേൾക്കാം ആദ്യം. നരേന്ദ്രമോദിയുടെ ഒരു വാക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയതാണ് ജാൻമണി പറയുന്നത്. ഈ ജാൻമണി ആരാന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. അതിന് മുന്നേ തന്നെ നമുക്ക് നരേന്ദ്രമോദിയുടെ കോമഡി ആയിട്ട് തോന്നിയ വാക്ക് എന്താണെന്ന് നമുക്ക് കേട്ടിട്ട് ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം നമ്മൾ കരുതുന്നുണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് ജനിച്ച് പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന്റെ വെള്ളം കുടിക്കണം. നാട്ടിൽ അങ്ങനെ എന്താ ആവശ്യം? ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാക്കല അവന്റെ ഫ്രണ്ട് രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സു. പിന്നെ
തമ്പാക്ക് ഇങ്ങനെ അതിന്റെ തമ്പാക്കുണ്ടല്ലേ ഇങ്ങനെ കയറുന്നത്, ആ തമ്പാക്ക് അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ് കേരളത്തിലെ ബി ജെ പി പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല ഈ കേരളം. നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. കേട്ടോ, ജാൻമണി പറയുന്നത് 1947 മോദിയുടെ അച്ഛൻ മരിച്ചത്, 1950 മോദി ജനിച്ചത്. അപ്പോൾ മോദിക്ക് സ്വന്തം അച്ഛൻ ആരാണെന്ന് അറിയാം. അവൻ ആദ്യം പോയി അവന്റെ അച്ഛനെ കണ്ടുപിടിക്കട്ടെ എന്നാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. ആ നരേന്ദ്രമോദിയെ ഇത്രയും രൂക്ഷമായ ഭാഷകൾ ഉപയോഗിച്ചിട്ടാണ് പിടി എന്ന് പറയുന്ന ഒരു വ്യക്തി രൂക്ഷമായ ഭാഷയിൽ അപമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം നയിക്കുന്ന പദവിയെങ്കിലും ജാൻമണിക്ക് റെസ്പെക്ട് ചെയ്തോളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മിനിമം വിവരമെങ്കിലും ജാൻമണിക്ക് ഉണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ജാൻമണി പറഞ്ഞ പച്ചക്കള്ളം 1947 നരേന്ദ്രമോദിയുടെ പിതാവ് മരിച്ചതെന്നാണ്. അത് എവിടത്തെ ഏത് കണക്ക് നോക്കിയിട്ടാണ് ജാൻമണി പറഞ്ഞതാണ് ഇനി ജാൻമണി വ്യക്തമാക്കേണ്ടത്. 1989 നരേന്ദ്രമോദിയുടെ പിതാവ് മരണപ്പെടുന്നത്. അതിനുശേഷം അമ്മ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല, ആരെയും ആ സ്ഥാനത്ത് കണ്ടെത്തിയിട്ടുമില്ല, മകന് വേണ്ടി ജീവിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര ഒരു സ്ത്രീയെ കൂടിയാണ് മരിച്ചുപോയി. എന്നാലും മരിച്ചാലും മനുഷ്യനെ വെറുതെ വിടില്ല എന്ന് പറയുന്ന പോലെയാണ് ചില മനുഷ്യരുടെയൊക്കെ വൈകുന്ന മനസ്സ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ഇത്തരം സംഭവങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അവൻ ആരെ എന്ത് വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാം, പക്ഷേ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എന്തും ആരോട് എപ്പോൾ വേണമെങ്കിലും പറയാനുള്ള അവകാശമുണ്ട്, റൈറ്റ് ഉണ്ട് എന്ന് വെച്ചിട്ട് വായ തോന്നുന്ന വിളിക്കാൻ തോന്നുന്ന എല്ലാ പദങ്ങളും വിളിക്കാനുള്ളതല്ല ആ അവകാശം. ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന റൈറ്റും ആർക്ക് എന്ത് എപ്പോൾ എന്തുകൊണ്ട് CJP പ്രൊട്ടസ്റ്റിൽ പോയി പങ്കെടുത്തതിന് ഒരൊറ്റ കാരണം കൊണ്ട് ജാൻമണി എല്ലാവരും പൊക്കിപ്പിച്ച് നടന്നത്. പക്ഷെ ഇപ്പോഴും ജാൻമണിക്ക് ആ ഒരു പിന്തുണ കിട്ടുന്നത്, ആ ഒരു പിന്തുണയെ കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ജാൻമണി ഇപ്പോൾ ഇങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റി വളരെ മോശമായി ഇത് സംസാരിച്ചത്? അതോ ട്രാൻസ്ജെൻഡേഴ്സിനുള്ള ഒരു ബില്ല് പാസ്സാക്കാനായിട്ട് തുനിഞ്ഞതിന്റെ ഫലമായിട്ടാണോ നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി ഉൾപ്പെടെ നരേന്ദ്രമോദിക്ക് എതിരായി നിൽക്കുന്നത്? ഈ പോയിന്റ് എനിക്ക് പറയണം. എന്തുകൊണ്ടെന്നറിയാമോ, ഞാൻ കഴിഞ്ഞ തവണ ഇട്ട വീഡിയോയുടെ താഴെ വന്ന ഒരു ട്രാൻസ്ജെൻഡർ തന്നെ എനിക്ക് വന്നൊരു കമന്റ് ഇട്ടിരുന്നു. ആ കമന്റ് ഇങ്ങനെയാണ്: മിണ്ടാതിരിക്കുന്നവരുടെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരരുതെന്ന്. നീയൊക്കെ മിണ്ടിയാ തിരിച്ച് മിണ്ടാൻ നന്നായിട്ട് അറിയുന്ന വ്യക്തിയാണ് ഇപ്പുറത്ത് നിൽക്കുന്നതെന്ന് ഓർത്തുകൊള്ളുക. ഇതുപോലെ ശുലാനിടുന്ന ആളുമല്ല, പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. കേസൊക്കെ വരും ബില്ല്, അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യും. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ അപ്പനില്ലായ്മ എന്ന് പറഞ്ഞ് ആ ഒരു തേം ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഏകദേശമൊക്കെ കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് വെച്ചാൽ തമ്പാക്ക് വയ്ക്കുന്നത് ഞാൻ അനുകൂലിക്കുന്നില്ല, തന്തയില്ല എന്ന് പറഞ്ഞത് ഞാൻ അനുകൂലിക്കുന്നില്ല. പക്ഷേ പൊളിറ്റിക്സിന്റെ ബേസ് ചെയ്തിട്ട് അവരുടെ രാഷ്ട്രീയം ഒരു വർഗീയ രാഷ്ട്രീയമാണ്. ആ വർഗീയ രാഷ്ട്രീയം കേരളത്തിൽ വേണ്ട എന്നുള്ള ഒരു അഭിപ്രായമാണ് പറഞ്ഞെങ്കിൽ നോ ഒബ്ജക്ഷൻ. അത് നല്ലൊരു സപ്പോർട്ടീവ് കമന്റ് ആയിട്ട് തന്നെ ഞാനും എടുക്കും. ബിക്കോസ് ഐ ഡു ഹാവ് സെയിം ഒപ്പീനിയൻ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. BJP അനുകൂലിക്കുന്ന വ്യക്തിയല്ല. അതിന്റെ റീസൺ അവരുടെ വർഗീയതയാണ്. വർഗീയ പരാമർശങ്ങൾ നടത്തുക, വിഘടിപ്പിച്ച് ഭരിക്കുക, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷ് തന്ത്രം കൊണ്ടുവന്ന് ഇറങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക ലെവലാണ്. ഇവിടെ മതമൈത്രി അത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ അതും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇവിടെ ഏക്കത്തില്ല. ഈ സമരം പൊളിക്കാൻ തന്നെ അവർ ഇസ്ലാമിക അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അവർ അതിൻ്റെ ഇടയിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനൊന്ന് വേറൊന്ന് നരേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എനിക്ക് അതിനോട് യോജിപ്പില്ല. അങ്ങനെ പറഞ്ഞല്ലോ നമ്മളൊരു സമരത്തിന് ഇത് നിൽക്കേണ്ടത്. സമരത്തിൽ കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആക്ഷൻ എടുക്കണം. ആക്ഷൻ ഹാപ്പൻസ്, അത് നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ വിശദമായിട്ട് വിശദീകരണത്തിൻ്റെ ഒന്നും കാര്യമില്ല. 2 മാസം കൊണ്ട് ഉരുവായി വന്ന ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു പാർട്ടി ഇവരെ അടിച്ച് താഴത്തിട്ടു എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെയും ട്രസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. CJP ഈസ് നോട്ട് എ പൊളിറ്റിക്കൽ പാർട്ടി. അതൊരു ഡിക്ലറേഷൻ നടന്ന് ഭയങ്കര അങ്ങനെയല്ല, അതൊരു കൂട്ടായ്മയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മേ ബി ഇനിയിപ്പോൾ അവരൊരു പാർട്ടിയായിട്ട് ഡെവലപ്പ് ചെയ്യുകയോ ആളുകളെയൊക്കെ കൊണ്ടുവരികയോ അതൊക്കെ ഫ്യൂച്ചറിൽ നടക്കുമായിരിക്കാം. ബട്ട് അതൊരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ്. അടിച്ചമർത്തപ്പെടുകയും ഒതുക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദങ്ങളാണ് അതൊക്കെ നമുക്ക് അക്സെപ്റ്റൻസ് വേണം. പക്ഷെ പട്ടിഷോയ്ക്ക് പോകുന്ന പട്ടിക്കുട്ടികളെയും ഇംഗ്ലീഷ് കോസറ്റുകളെയും ഒക്കെ നിങ്ങൾ പുകഴ്ത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, നാളിതുവരെയുള്ള ഒരിടത്തേക്കും ഇത്തരത്തിലുള്ള നാവുകൾ വന്നതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിനേക്കാൾ വളരെ മോശമായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചപ്പോൾ ഇവരുടെ നാക്ക് എവിടെ പോയിരുന്നു? ഇവരാകെ ഉത്സാഹിച്ചതും ഒച്ച വെച്ചതും ഒക്കെ ഇല്ല പൊട്ടമാവി കല്ലറി എന്നൊക്കെയുള്ള സംഭവങ്ങളിലാണ്. ഒരു പട്ടിപ്രേമക്കാരി എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. കൂടെയുള്ള ക്ലോസറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ക്ലോസറ്റിനെയും തൂക്കി പിടിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പം അവിടെ കുറേ ബാനേഴ്സ് കണ്ടിട്ടുണ്ട്. ബാനറൊക്കെ ഭയങ്കര വൾഗർ ബാനറാണ്. മോദിക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള വളരെ വൾഗർ ബാനേഴ്സാണ് അവിടെ ഉള്ളത്. അവർ ആളെ ഉമ്മ വെക്കുന്നത്, പുള്ളിയെ പിന്നെ ഉടുപ്പുകൾ വേറെ പെണ്ണുങ്ങളുടെ ഉടുപ്പിട്ടിട്ടുള്ള അങ്ങനെ കുറേ സാധനങ്ങൾ കുട്ടികൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും കേസെടുക്കാൻ പറ്റുന്ന സംഗതിയല്ല. അത് പ്രൊട്ടസ്റ്റിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ വെച്ച് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പക്ഷേ ഈ പറയുന്ന കൊച്ചു പ്രേമൻ അവിടെ വെച്ചാണ് ഇത് പറഞ്ഞെങ്കിൽ ഇത് വലിയ മൂല്യമൊന്നും പോകത്തില്ല, എടുക്കാനും പോകുന്നില്ല, അതിന് കേസൊന്നും വരാനും പോകുന്നില്ല. പക്ഷെ അതിനുശേഷമുള്ള ഈ പുകഴ്ത്തലുകളിൽ വീണിട്ട് ഇത്രയും വൾഗർ ഒരു വർത്തമാനം പറഞ്ഞതാണ് ഇവിടെ പ്രശ്നമായത്. ഇത് കേസിൻ്റെ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞതിന് എന്തോ തൂക്കിക്കൊല്ലാൻ വകുപ്പുണ്ടോയെന്ന് വെച്ചാൽ അതൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ഡീഫമേഷൻ മീൻസ് പുള്ളിക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നല്ല. അങ്ങനെ ഒരു അബ്യൂസീവ് ലാംഗ്വേജ് ഉപയോഗിച്ചു എന്നതേ ഉണ്ടായിരിക്കുള്ളൂ. ഒരു ഫൈനോ മറ്റോ വരുവാനാണ് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഡെപ്തിലൊന്നും ഞാൻ
അന്വേഷിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്ത് തന്നെ ആയിരുന്നാലും കേസ് വന്നു. നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞതാണെങ്കിൽ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. സച്ചിൻ കേസ്, പിന്നെ മാപ്പൊക്കെ വന്നിട്ടുണ്ട്, മാപ്പും ചീപ്പും കോപ്പും ഒക്കെ വന്നിട്ടുണ്ട്. ഞാനൊരു കുഞ്ഞു വാവയല്ലേ, എൻ്റെ കുഞ്ഞു വാവത്തരം നിങ്ങൾ മനസ്സിലാക്കൂ, എന്നിട്ട് എൻ്റെ കുഞ്ഞു വാവയായി എന്നെ കൺസേൺ ചെയ്തിട്ട് എനിക്ക് മാപ്പ് തരൂ എന്ന് പറയുന്നുണ്ട്. എന്താണ് കുണുവാവത്തരം? ആരെയും മുതുക്കി എന്ന് വിളിക്കുന്നത്? പുള്ളിക്കാരത്തി എന്താ ചെറുപ്പക്കാരിയാണോ, ചെറുപ്പക്കാരനാണോ? ആണോ? അല്ലല്ലോ. ഇത് രണ്ടും കൂടെ ഇരുന്ന് പാട്ടുപാടിയ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? പിന്നെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണെന്ന് ഷെഫീന ബീവിക്ക് ഇംഗ്ലീഷ് ക്ലോസറ്റും കൊച്ചുപുറമനും കൂടെ ഇരുന്ന് പറഞ്ഞതാ. സെക്ഷൽ ഫ്രസ്ട്രേഷൻ, എൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയാമോ? എടി ഇംഗ്ലീഷ് പറയണ വലിയ കാര്യമൊന്നുമല്ലടി. 18 ലാംഗ്വേജ് അറിയാവുന്ന ഒരാളാണ് രവീന്ദ്രനാഥ ടാഗോർ. അറിയൂ, 18 ഭാഷകൾ അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ക്രേസ് തന്നെ ഭാഷകൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭാഷ പഠിക്കുന്നത് ഒരു ഭയങ്കര സംഭവമൊന്നുമല്ല, അത് നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഭാഷകൾ പഠിക്കാനായിട്ട് വലിയ ആഗ്രഹം തോന്നും. ബട്ട് ഐ നോ ദിസ് മച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഒരു സ്പെസിഫിക് ലാംഗ്വേജ് വെച്ചിട്ട് ആളുകളുടെ നേരെ കുതിര കയറുന്നതിനെ നല്ല അഹങ്കാരം എന്നാണ് പറയുക. പലരും പറയും ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഞാനൊന്നും പറയുന്നില്ല, പോട്ടെ. ഏതായാലും നല്ലോണമാക്കി കിട്ടിയിട്ടുണ്ട്, കേസ് എടുത്തിട്ടുണ്ട് പോലീസ്. പക്ഷെ കേസ് എന്ന് കേട്ട ഉടനെ ഭയപ്പെട്ട് ഓടുന്ന ഈ കൂക്കി മോള് മറ്റോളും കൂടെ ഇരുന്നിട്ട് MDMA കൂക്കിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തു വെച്ച് പറഞ്ഞത്. പലരും അത് റെലവൻറ്റ് ടോപ്പിക്, റെലവൻറ്റ് സബ്ജക്റ്റ് ആൻഡ് വെരി പ്രൗഡ് എന്നൊക്കെ പറയുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കമൻറ്റ് കൂടെ ആളുകൾ അങ്ങ് തൂക്കി കൊടുത്തു കയ്യിലേക്ക്. എന്നാൽ പിന്നെ ഇതിൻ്റെ ഒരു ക്ഷീണം തീർക്കാനായിട്ട് നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുക. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഇവർ വെറും ഫേക്കായിരുന്നു എന്നുള്ളൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇൻ്റർവ്യൂ അവിടെ വെച്ച് നടക്കുന്നുണ്ടല്ലോ, എന്താ നിങ്ങൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നാണ്. സി, ഐ ഡോണ്ട് ഹാവ് എനി ജോബ് നൗ, റൈറ്റ് നൗ, ദാറ്റ് ഈസ് ദ റീസൺ ഐ കെയിം ആൻഡ് ജോയിൻഡ്. എന്താണ് അതിൻ്റെ അർത്ഥം? ആ സമരത്തിനെ തന്നെ കൂച്ചപ്പെടുത്തുകയാണ് ആ സ്ത്രീ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ BJPക്ക് അഗൻസ്റ്റ് പറഞ്ഞ മാർക്കാം, ഭയങ്കര അക്സെപ്റ്റൻസാണ്. BJP രാഷ്ട്രീയത്തിനെ എതിരിടണമെങ്കിൽ അതുപോലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തികളായിരിക്കണം. അല്ലാതെ ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പോയിട്ട് ഇല്ല എന്താ പറയുക, ശിക്കാരി ശംഭു കളിച്ചാണൊക്കെയുള്ള കളിയാണ് ഇവർ രണ്ടുപേരുടെ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. ആര് കേസൊക്കെ കൊടുത്തവർ ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ കേസ് പോയിട്ടുണ്ട്. ബിക്കോസ് ഇത് നല്ല രീതിയിൽ വൈറലായി എന്നാണ് ഞാൻ അറിയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് നമ്മളൊരു വിഷയം പറഞ്ഞാൽ അതിൽ കുറച്ച് ഇമോഷണൽ ഇതായി ഒരു കാര്യം പറഞ്ഞാൽ അത് ഭയങ്കര കുഴപ്പമാണ് എന്ന് പറയുന്നതിനോട് അതിനെ എടുത്തു വെച്ചുകൊണ്ട് നമ്മളെ അങ്ങോട്ട് അടിക്കാനായിട്ട് നിന്നവർക്ക് മിനിറ്റ് കൊണ്ട് കിട്ടിയില്ലടി, ദിവസം കൊണ്ട് കിട്ടിയില്ലേടാ, നിന്നെ ഡാന്ന് വിളിക്കാനാണ് ഇഷ്ടം. പിന്നെ ഇത് മുഴുക്ക ട്രാൻസ് വിഭാഗത്തിൻ്റെ ഒരു ടേം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് വരണ്ട. അതിൽ നല്ല ആൾക്കാരും ഉണ്ട്, നല്ല രീതിയിൽ പെരുമാറുന്നവരുമുണ്ട്. ഇവരെല്ലാവരെയും അങ്ങനെ ഒരു കൺസേണിലേക്കൊന്നും കൊണ്ടുപോകണ്ട. പക്ഷേ ബേസിക്കലി ഇങ്ങനെയുള്ളവർ കാരണമാണ് സത്യത്തിൽ ഈ വിഭാഗക്കാരും കൂടെ അടികൊള്ളുന്നത്. നാക്ക് ശരിയല്ല, നാക്ക് ശരിയാക്കാനുള്ള ശ്രമമെങ്കിലും നടത്താം. കൊച്ചു പ്രേമ വിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് വരരുത്. തിരിച്ചടി പണ്ടാരം കുത്തി കിട്ടും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. ഞാൻ ഇവരുടെ മാപ്പ് എടുത്ത് ഇവിടെ വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഫസ്റ്റ് തിങ്, ആ മാപ്പിൽ തന്നെ ഒരു കഴമ്പുമില്ല. ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, ഞാൻ പറഞ്ഞതിൽ എന്താണ് കുഴപ്പമിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരത്തെ വർത്താനാണ് പറയണത്. ഭാഷ പറയുമ്പോൾ അത് നമ്മൾ പറയുന്നതാണെന്നും അതിനകത്ത് നാക്ക് പിഴവ് വരാം എന്നുള്ളതും വാസ്തവം. പക്ഷേ ഇത് നാക്ക് പിഴച്ച് വരുന്ന ഒരു സാധനമല്ല. പെട്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഫ്ലോയിൽ വന്ന സംഗതിയല്ല. അയാൾ 50 ജനിച്ചു, 47 അച്ഛൻ മരിച്ചു എന്ന് പറയുമ്പം എന്നിട്ട് 3 വർഷത്തെ ഗ്യാപ്പ് പറയണു, തമ്പാക്ക് വെച്ചു എന്ന് പറയുന്നു. ഇതൊക്കെ തന്നെ സൂപ്പറായിട്ട് അയാളെ ഏറ്റവും മോശപ്പെടുത്തി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ ഒരു സംഗതി നിങ്ങൾ അവിടെ സമരമുഖത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനത്ര എഫക്റ്റേ ഉണ്ടാവുള്ളായിരുന്നു. സമരം വിട്ട് സമരത്തിന് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് പിന്നെ വരുമ്പോൾ മയക്കം കൊണ്ടുവരുന്ന ഈ പാപ്പരാസികൾക്ക് നിങ്ങൾ ഓരോന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മരുന്ന് അതിൻ്റെ 10 മടങ്ങ് ഇരട്ടിയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. എന്തെങ്കിലും വിളിച്ച് പറയരുത്. അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യമാണെങ്കിലും കൃത്യമായി ആശയം സംവദിക്കാൻ തയ്യാറുള്ള അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന വ്യക്തികളെ എടുത്തു വെച്ച് കളിയാക്കുമ്പോൾ ഇതുപോലുള്ള തിരിച്ചടികൾ തടേ തന്നെ വരും. പണ്ടാണ് പിന്നെ ഇപ്പോൾ കൂടെ എങ്ങനെ തരും. പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയിട്ടുണ്ട് അവിടെ. അതാണ് ഏകദേശം കാര്യം പിടികിട്ടി കാണുമല്ല. കൊച്ചി പിരിയേമ കുഞ്ഞു വാവേ എല്ലാവരും മുതുക്കി എന്ന് വിളിക്കുന്ന നീ നിന്റെ മുഖവും കണ്ടിട്ടുണ്ടോ? പ്രത്യക്ഷൻ എന്ന് പറയുന്ന രണ്ടുപേരും എപ്പോഴെങ്കിലും ഒന്ന് ആത്മാർത്ഥമായി, പ്രകൃതി വിരുദ്ധമല്ല, അത് രണ്ടുപേരും ആസ്വദിച്ചിട്ടുണ്ട്.
മനുഷ്യൻ സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും അതുപോലെ അവകാശത്തോടു കൂടി നമ്മളെ അടയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടാവാൻ ഭാവിയിലെങ്കിലും ചാൻസ് ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയുള്ളവരെന്തിനാണ് ബാക്കിയുള്ള അന്തസ്സായിട്ട് ജീവിക്കുന്ന 2 കുട്ടികളുടെ അമ്മയായ എൻ്റെ സെക്ഷൽ ഫ്രസ്ട്രേഷനും കൊണ്ട് വന്നത്? തുണിയില്ലാതെ നടക്കുന്നത് പറഞ്ഞാൽ അത് പറഞ്ഞ് തിരുത്തുക, അതല്ല പുരോഗമനം എന്ന് പറയുക. അപ്പം നിങ്ങളൊക്കെ മുഖം മൂടിയിട്ട പുരോഗമനവാദികളാണ്. നിങ്ങളുടെ പുരോഗമനം തുണിയൂരലാണ്. അത്രയേ ഉള്ളൂ. എനിക്കിതിനകത്ത് എൻ്റെ കൂടെ നിന്ന് കുറേ പേര് മാറ്റി പറഞ്ഞപ്പോഴത്തേക്കിന് വിഷമമുണ്ട്. പലരും ചോദിക്കുന്നത് അതെന്താ അങ്ങനെ എന്ന് പറയാം. അതിന് ഞാൻ ഉത്തരം പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞില്ലേ, ചരിത്രം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ചരിത്രകാരന്മാരെ അപമാനിക്കുമ്പോൾ ദേഷ്യം വരുള്ളൂ. ആ ചരിത്രപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഞാൻ അവിടെ വെക്കുമ്പോൾ അതിനെ അപമാനിച്ചൊരു സ്ത്രീക്കെതിരെ എൻ്റെ ഒരു ദേഷ്യമാണ് ഞാൻ കാണിച്ചത്. അത് വമ്പൻ PR വർക്ക് കൊണ്ട് അതൊരു തെറ്റാണ്, ഭയങ്കര തെറ്റാണെന്ന് ആക്കി വരുത്തി തീർത്തവർക്ക് ഇനി മിണ്ടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി ഇതുപോലൊരു ഡ്രസ് കോഡ് ഇട്ടുകൊണ്ട് ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ മിണ്ടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അപ്പോഴും എപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കൂടെ നിന്നിട്ട് ആ PR വർക്കിൻ്റെ കൂടെ പോയി ചാടി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നീ എൻ്റെ ഒപ്പം അല്ലായിരുന്നു എന്നും നീ PRകളിൽ ഒരാളായിരുന്നു എന്നും നീ എൻ്റെ ഒപ്പം നിന്നു എന്ന് വരുത്തി തീർത്തി ഇവിടുത്തെ സ്പൈ വർക്കാണ് നീ ഇതുവരെ ചെയ്തതെന്നും തിരിച്ചറിയുന്ന ദിവസം നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഇഴക്കി അങ്ങ് വിട്ടേക്കുക. അതാണ് സംഭവിച്ചത്. അപ്പോൾ അത് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മറുപടിയാണ്. ഈ വിഷയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം റിയലി ഫീൽ സം സോർട്ട് ഓഫ് ഹാപ്പിനെസ്, സം സോർട്ട്. ഇത്രയുള്ളൂ. ഇതാണോ നിങ്ങളുടെ നിലപാട്? ഇതേ സാധനം ഞാനാണ് പറഞ്ഞെങ്കിലുണ്ടല്ലോ, തല ഉയർത്തിപ്പിടിച്ച് ഉറച്ചു നിൽക്കും. അതിനകത്തൊരു കുഴപ്പമില്ല. പക്ഷെ ഇത്തരം വൾഗാരിറ്റി ഒന്നും ഞാൻ പറയാൻ വരത്തില്ല. പറയണ കാര്യത്തിൽ കൃത്യമായ തെളിവുണ്ടായിരിക്കും. ആ തെളിവ് വെച്ചേ പറയുള്ളൂ. ചുമ്മാ ആരെങ്കിലും തോപ്പിക്കാൻ തന്തയില്ലെന്നും തള്ളയില്ലെന്നൊന്നും പറയത്തില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയും. പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. പിൻവാങ്ങില്ല, മറിച്ച് പറയത്തില്ല. ഇപ്പം ഏകദേശം കൊച്ചു പ്രേമന് കാര്യം പിടികിട്ടിയോ? ഇത്രയും മലയാളം മനസ്സിലാവുന്നുണ്ടോ? പുട്ടിയടിക്കുന്നത് പോലെ അല്ല രാഷ്ട്രീയം പറയുന്നത് മനസ്സിലായോ? പുറ്റിയടിക്കുന്നത് പോലെയല്ല ആശയപരമായ സംവാദത്തിൽ ഏർപ്പെടുന്നത് മനസ്സിലായോ? കൊനാൻഡരെ മനസ്സിലായില്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കി തരാം കേട്ടാ. മൂലയിൽ ഒതുങ്ങിയാ അത്രയേ ഉള്ളൂ. ഇനി ഇംഗ്ലീഷ് കക്കൂസിനാണ് വരുന്നുണ്ടേ, വെയിറ്റ് ചെയ്യും.